വിശുദ്ധനും സത്യവാനുമായ നമ്മുടെ ത്രിയേക ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ഇന്നും ദൈവം തരുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. അല്പം ഏറെ വൈകിപ്പോയി, ദയവായി ക്ഷമിച്ചാലും. കർത്താവ് നമ്മെ നടത്തുന്ന വഴികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ എല്ലാവിധമായ കരുതലുകൾക്കായിട്ടും ദൈവത്തിൻ്റെ വാഴ്വുകൾ. നമുക്ക് വേഗത്തിൽ തന്നെ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരാം. നാം 9 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നലെ ചിന്തിച്ചത്. അതിൽ നാം ഏറ്റവും ഒടുവിൽ കണ്ടത് യോഹന്നാൻ തനിക്ക് ഈ ദർശനങ്ങൾ കാണിച്ചു കൊടുത്ത് കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചുകൊണ്ടിരുന്ന ദൂതന്റെ മുമ്പിൽ വീഴുന്നതും നമസ്കരിക്കുന്നതുമാണ്. പക്ഷേ അദ്ദേഹം ആരാധന സ്വീകരിക്കാതെ യോഹന്നാനെ വിലക്കുന്നു. ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് കർക്കശമായിട്ട് പറയുന്നു. ദൂതാരാധന വിലക്കപ്പെടുന്നതിനെ കുറിച്ച് നമുക്ക് ഈ അധ്യായത്തിൽ അല്ലെങ്കിൽ ഈ വാക്യത്തിൽ വ്യക്തതയോടെ കാണാം. ദൂതന്മാരെ ആരാധിക്കുവാൻ പാടില്ല. ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും നമസ്കരിക്കരുത്. ആരാധന വിഷയത്തിൽ ദൈവം വളരെ തീക്ഷ്ണതയുള്ളവനാണ്. ദൈവം പറയുന്നു, ഞാൻ യഹോവ, അതു തന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. യെശയ്യാ 42-ന്റെ 8-ാമത്തെ വാക്യമാണ്. സ്തോത്രം. ആരാധനാ വിഷയത്തിൽ ദൈവത്തിന് ഒരു വിട്ടുവീഴ്ചയുമില്ല. സ്തോത്രം. അത് വളരെ വ്യക്തമാണ്. ഫോട്ടോകൾ, കുരിശിന്റെ ആകൃതികൾ, യേശുവിൻ്റെ പടം, ഇതൊന്നും വെച്ച് നമസ്കരിക്കുവാൻ, ആരാധിപ്പാൻ വ്യവസ്ഥയില്ല. സ്തോത്രം. പലരും വിഗ്രഹാരാധനയ്ക്ക് പറയുന്ന ഒരു ഒഴികഴിവ് ഹൃദയത്തെ ഏകാഗ്രമാക്കാൻ വേണ്ടിയാണ് വിഗ്രഹങ്ങൾ വയ്ക്കുന്നതെന്നാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം വിഗ്രഹാരാധന നിലനിൽക്കുന്ന സ്ഥലമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, പല പുരാതന മതങ്ങളിലും തന്നെ ബിംബാരാധന, വിഗ്രഹാരാധന ഉണ്ടായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുൻപ് മുതലേ ബാബിലോണ്യ മതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ ആ കാര്യം സവിസ്തരം ചിന്തിച്ചതായിരുന്നു. ബാബിലോണ്യ മതം എന്നാണ് അതറിയപ്പെടുന്നത്. വിഗ്രഹാരാധനയുടെ കളിത്തൊട്ടിൽ, ദ ക്രേഡിൽ ഓഫ് ഐഡലട്രി, അതുപോലെ ദ ക്യാപിറ്റൽ ഓഫ് ഐഡൽ വർഷിപ്പ്, ഇങ്ങനെയൊക്കെയാണല്ലോ ബാബിലോൺ അറിയപ്പെടുന്നത്. അപ്പോൾ അക്കാലം മുതലേ വിഗ്രഹാരാധനയുണ്ട്. അതുകൊണ്ടാണ് ദൈവം കർക്കശമായിട്ട് കൽപ്പന കൊടുത്തത്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്. ആകാശത്തിലുള്ളവയാകട്ടെ, ഭൂമിയിലുള്ളവയാകട്ടെ, കാട്ടിലേതോ സമുദ്രത്തിലെയോ വെള്ളത്തിലെയോ യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്. ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ തന്നെ ചിലർ രൂപങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുന്നതിനെ എതിർക്കുന്നു. വേറെ ചിലർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുന്നതിനെ എതിർക്കുന്നു. രൂപങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ചിലതിൻ്റെ രൂപങ്ങളില്ലാതെ
മറ്റു പലതിനെയും വിഗ്രഹങ്ങളായി കണ്ട് ആരാധിക്കുന്നവരുമുണ്ട്. ഏതു വിധത്തിലുമുള്ള ദൈവത്തെ അല്ലാതെ ആരാധിക്കുന്ന ആരാധനകളും തെറ്റാണ്, പാപമാണ്. ദൈവം അത് വളരെ ഗൗരവമായിട്ട് കാണുന്നു. നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ദൈവത്വത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ പാപമാണ് വിഗ്രഹാരാധന എന്നത്. The utmost sin against God's deity, divinity, is idol worship. സ്തോത്രം. അപ്പോൾ അത് നമ്മൾ റോമാലേഖനം 1-ാം അധ്യായം 19 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. വിഗ്രഹാരാധനയിലെ ഒരു പ്രധാനപ്പെട്ട പാപമാണ് നാം റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിൽ വിശദമായിട്ട് കാണുന്നത്. അതിൻ്റെ 23-ാമത്തെ വാക്യം, 123 റോമൻസ്. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. കണ്ടോ, ഇതാണ് വിഗ്രഹാരാധനയിലെ ഏറ്റവും ഭീകരമായ പാപം. എന്താണ്? അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ഈ വിഗ്രഹങ്ങളോട്, ഈ സൃഷ്ടികളോട്, ഈ തേജസ് ഇല്ലാത്തവയോട് സദൃശമാക്കി മാറ്റിക്കളയുക. ദൈവത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഒന്ന്, അക്ഷയനാണ്, ഗാഡ് ഈസ് ഇമ്മോർട്ടൽ. രണ്ട്, ഹി ഈസ് ഗ്ലോറിയസ്, മഹത്വമുള്ളവനാണ്, തേജസ് ഉള്ളവനാണ്. But in idolatry, the idol worshippers exchange or change or compare the glory of the glorious God with the creatures which do not possess glory in themselves. Also, they exchange the immortality of the immortal God to these mortal beings. അക്ഷയനായ ദൈവം, ക്ഷയമില്ലാത്ത, മരണമില്ലാത്ത, ജരാനരകൾ ബാധിക്കാത്ത ദൈവത്തിൻ്റെ അക്ഷയതയെ, അമർത്യതയെ, അദ്രവത്വത്തെ ദ്രവത്വമുള്ള സൃഷ്ടികളോട് ഉപമിക്കുക ദൈവം സഹിക്കുകയില്ല. അതുപോലെ ദൈവം തേജോമയനാണ്, ഗ്ലോറിയസ് ആണ്, മാജസ്റ്റിക് ആണ്. സ്തോത്രം, മാജസ്റ്റിക് ആണ്. അതുകൊണ്ടാണ് മോശ മുഖാന്തരം ദൈവം ഇസ്രായേൽ മക്കളോടും കൽപ്പിച്ച വളരെ പ്രസക്തമായ ഒരു കൽപ്പന. അതും നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്, ഒന്നും കൂടെ ഈ സന്ദർഭത്തിൽ വായിച്ചു വിടുന്നു. ഡ്യൂട്ടണോമി, ആവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായം, അതിൻ്റെ 15, 16 മുതൽക്കുള്ള ചില വാക്യങ്ങൾ. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. ഒന്നാമത്തെ ഭാഗം നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. യഹോവ ഹോരേബിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചപ്പോൾ ശബ്ദം കേട്ടു, പക്ഷേ രൂപമൊന്നും കണ്ടില്ല. ദൈവം തൻ്റെ മഹത്വത്തെ
ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മോശയ്ക്ക് പോലും വെളിപ്പെടുത്തി കൊടുക്കാഞ്ഞതിൻ്റെയും ഒരു പ്രധാന കാരണം ഇതാണ്. രൂപമൊന്നും കാണാഞ്ഞിട്ടും ഇവർ പല രൂപസങ്കല്പങ്ങളും ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്നു. God did not show his shape, his image. In what image or shape God is, nobody knows. ആർക്കും അറിയില്ല ദൈവം ഏത് രൂപത്തിലുള്ളവനാണെന്ന്. വെളുത്തവനാണോ, കറുത്തവനാണോ, മനുഷ്യരൂപമാണോ, വേറെന്തെങ്കിലും രൂപമാണോ, ഇതൊന്നും അറിയില്ല. സ്തോത്രം. ഇതൊന്നും അറിയില്ല. ദൈവം ഇതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. മനുഷ്യനോട് സംസാരിച്ചത് കൊണ്ട് മനുഷ്യഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. കയ്യ്, കാല്, മൂക്ക്, വായ്, ഇങ്ങനെയൊക്കെയുള്ള അവയവങ്ങളെ കുറിച്ച് പരാമർശമുണ്ടെങ്കിലും ബാക്കിയൊന്നും അറിഞ്ഞുകൂടാ. മോശയെപ്പോലും തൻ്റെ മുഖം കാണിച്ചില്ല. കാണിക്കാഞ്ഞതിൻ്റെ ഒരു കാരണം ഇതാണ്. ബാക്കി കാര്യമൊക്കെ നമുക്കറിയാം, അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നന്നായി നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. മോശ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നു. യഹോവയുടെ ശബ്ദം നിങ്ങൾ കേട്ടു, രൂപമൊന്നും കണ്ടില്ല. അതുകൊണ്ട് ആണിൻ്റെയോ പെണ്ണിൻ്റെയോ ആകാശത്തിലോ ഭൂമിയിലോ സമുദ്രത്തിലോ ഒക്കെയുള്ള യാതൊന്നിൻ്റെയും പ്രതിമ, സാദൃശ്യം, ഇങ്ങനെ യാതൊന്നും ഉണ്ടാക്കി, പ്രതിമ, വിഗ്രഹം, സാദൃശ്യം ഒന്നും ഉണ്ടാക്കി നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കരുത്. ഇറ്റ്സ് abominable sin. It is an abomination to make any sort of image of God, because God has not yet revealed what is his image. സ്തോത്രം. ജീവനുള്ള യാതൊന്നിൻ്റെയും, അതുപോലെ ജീവനില്ലാത്തവയെ കുറിച്ചാണ് അതിൻ്റെ 19-ാമത്തെ വാക്യം മുതൽ പറയുന്നത്. സൂര്യ, ചന്ദ്ര, നക്ഷത്രാദികളെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? നമസ്കരിക്കരുത്. Often worship is out of fear. ഭയത്തിൽ നിന്നുമാണ് ആരാധന ലോകത്തിൽ ഉരുത്തിരിയുന്നത്. അതുകൊണ്ടാണ് തങ്ങളെക്കാൾ പ്രബലമായ പലതിനെയും മനുഷ്യൻ ആരാധിക്കുന്നത്. മനുഷ്യനേക്കാൾ ശക്തി കുറഞ്ഞ ഒന്നിനെയും ആരാധിക്കാറില്ലല്ലോ. കാരണം അവയോട് ആരാധന തോന്നാറില്ല. അപ്പോൾ ഇവിടെ 19 മുതൽക്കുള്ള വാക്യങ്ങളിൽ ദൈവം പറയുന്നു, ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കത്തിജ്വലിക്കുന്ന സൂര്യനെയോ, രാത്രിയിൽ പോലും പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രനെയോ, എണ്ണമറ്റ നക്ഷത്രങ്ങളെയോ ഒന്നിനെയും കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം വശീകരിക്കപ്പെടരുത്, അവയെ ആരാധിക്കരുത്. അവയെ വിളിച്ചിരിക്കുന്നത് ആകാശത്തിലെ സൈന്യങ്ങളെന്ന്. ദ ഹോസ് ഓഫ് ദ ഹെവൻ. Hose of the heaven means the solar system, sun, moon, and stars. Even when you see them, how powerful they are, how influential they are, you should not be deceived with their power, their presence. They are equally given to the inhabitants of the earth. ഭൂവാസികൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഈ ആകാശത്തിലെ സൈന്യങ്ങളെ അഥവാ സൂര്യ, ചന്ദ്ര, നക്ഷത്രങ്ങളെ ദൈവം കൊടുത്തിരിക്കുന്നു. ഇവയൊന്നും ആരാധിക്കരുത്. ഈവൻ the living things, ജീവനുള്ളവയെയും ഒന്നിനെയും
ആരാധിക്കരുത്. സ്തോത്രം. അങ്ങനെയാണ് ഇവിടെ ദൂതനെ ആരാധിക്കാൻ ഒരുങ്ങിയ ആ ദൂതനോട് ഒരു പ്രത്യേക എന്താണ് പറയുന്നത്, ആരാധന തോന്നി. ദൂതനോടൊരു വലിയ ബഹുമാനം തോന്നി. അർഹമായതിലധികം ബഹുമാനം തനിക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആ ദൂതൻ ഏത് ഗണത്തിൽപ്പെട്ടവനായാലും, നമ്മൾ ഇന്നലെയും ചിന്തിച്ചതുപോലെ, ഉയർത്തെഴുന്നേൽക്കപ്പെട്ട പഴയ നിയമ പ്രവാചകന്മാരിൽ ഒരുത്തനാകാനാണ് സാധ്യതയേറെ. എങ്കിലും താൻ പറഞ്ഞു, ഇല്ല, ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. സ്തോത്രം. അപ്പോൾ ചോദ്യം, പിന്നെന്തിനാ ഇത്രയും അറിയാവുന്ന യോഹന്നാൻ ഈ പണിക്ക് പോയതെന്ന്? This John the Apostle, who was well aware of these things, why did he do so? നമ്മൾ അതിന്റെ ഉത്തരം നേരത്തെ കണ്ടിട്ടുണ്ട്. No man is infallible. No man is above fallibility. ഒരു മനുഷ്യനും ജഡത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അപ്രമാദിത്വമുള്ളവനല്ല, വീണുകൂടാത്തവനല്ല, തെറ്റിക്കൂടാത്തവനല്ല. സ്തോത്രം. There is only one infallible being, that is God and God alone. All men, all saints, they are fallible, even at the very highest of their spirituality. ഈ ഒരു സത്യം നാം മനസ്സിലാക്കണം. ജഡത്തിൽ ജീവിച്ചിരിക്കുന്ന യാതൊരു മനുഷ്യനും തങ്ങളുടെ ആത്മീയതയുടെ ഉത്തുംഗതയിൽ പോലും വീഴ്ച ഭവിക്കുവാൻ സാധ്യതയുള്ളവനാണ്. ഇവിടെ യോഹന്നാൻ ഈ ചെയ്തതിലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്ന വസ്തുത അതാണ്. സ്തോത്രം. ഏത് മനുഷ്യനും വീണുപോകാം. എത്ര ആത്മീയ ഔന്നത്യത്തിൽ നിൽക്കുമ്പോഴും ആർക്കും വീഴ്ച സംഭവിക്കാം. നാം വളരെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇത്രയധികം വെളിപ്പാടുകൾ പ്രാപിച്ച് നിത്യതയുടെ വാതിലിൽ വരെ എത്തി നിൽക്കുന്ന യോഹന്നാന്, യേശുവിനോട് കൂടെ നടന്നവൻ, ഇത്രയധികം ആത്മപ്രചോദിതമായി നിൽക്കുന്ന അവസ്ഥയിലും വീഴ്ച ഭവിച്ചു. ഇതൊരു വീഴ്ചയാ. പക്ഷേ കർത്താവ് അത് രേഖപ്പെടുത്തി. ഇതേപോലെ തന്നെയുള്ള മറ്റൊരു വസ്തുതയാണ് നമുക്ക് മത്തായി 16:19 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുക. മാത്യു 16:19 ഫോളോയിങ്. നമുക്കറിയാം, 16-ാമത്തെ വാക്യത്തിൽ ഒരു വലിയ വെളിപ്പാട് പത്രോസിനുണ്ടാകുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. 17-18 വാക്യങ്ങളിൽ കർത്താവ് തന്നെ പത്രോസിനോട് പറയുന്നു, നീ ഭാഗ്യവാനാണ്. ജഡരക്തങ്ങളല്ല നിനക്ക് ഈ വെളിപ്പാട് തന്നത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് തൊട്ട അടുത്ത വാക്യങ്ങളിൽ ഇതേ പത്രോസിനെ കർത്താവ് വിളിക്കുന്നത് സാത്താനെ എന്നാണ്. നമുക്ക് ആ സംഭവങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ വിവരിക്കാതെ പോകുന്നത്. യേശു ക്രിസ്തുവിന് സംഭവിക്കേണ്ടിയ ക്രൂശ് മരണത്തെ വിലക്കുന്ന പത്രോസ് 16-ാം വാക്യത്തിലെ വെളിപ്പാടും
17-18 വാക്യങ്ങളിലെ ക്രിസ്തുവിന്റെ പ്രഖ്യാപനവും പത്രോസിന്റെ മനസ്സിൽ തോന്നിയ ചിന്തയെ വെളിപ്പാടിന്റെ തുടർച്ചയായിട്ട് പറയുവാൻ പത്രോസിനെ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങള് ഹിന്ദിയിൽ പറയും ബേധടക്, ഒരു പ്രയാസം ഇല്ലാതെ പത്രോസ് കർത്താവിനെ വിളിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, ഗുരുവേ, നിനക്കങ്ങനെ സംഭവിക്കരുത്. He was prohibiting Jesus Christ from the cross for the very which purpose Christ had come into this world. കർത്താവ് ലോകത്തിലേക്ക് വന്നതേ ക്രൂശിൽ മരിക്കാനായിട്ടാണ്. പക്ഷെ ഇപ്പം പത്രോസ് വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുക, നിനക്കങ്ങനെ സംഭവിക്കരുത്. കണ്ടോ, 16-ാമത്തെ വാക്യത്തിൽ തനിക്ക് ലഭിച്ച വെളിപ്പാട്, 17-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു തന്നെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം, എത്ര നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാ ആള് മാറിയത്. That means the devilish thoughts can enter into any mind, anytime, anywhere. Got it? സാത്താന്യമായ ചിന്തകൾ ആരിലും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും പ്രവേശിക്കാം. അതുകൊണ്ട് മനസ്സിൽ തോന്നുന്നതെല്ലാം ദൈവാത്മാവിന്റെ പ്രകാശനമാണെന്നും പറഞ്ഞെന്നും വിളിച്ചു പറഞ്ഞേക്കരുത്. ഈ ദുരുപദേശകന്മാരെല്ലാരും അവര് പറയുന്നതൊക്കെ ഭയങ്കര വെളിപ്പാടാണെന്നാ ചിന്തിക്കുന്നേ. ഞാൻ ഈ പറയുന്നതൊക്കെ തെറ്റാണ്, അബദ്ധമാണ്, ദുരുപദേശമാണ് എന്ന് ചിന്തിച്ചോണ്ടല്ല ഇതുങ്ങളൊക്കെ ഈ പണി ഒപ്പിക്കുന്നേ. അവരൊക്കെ പറയുന്നത് എനിക്ക് ദൈവാത്മാവ് പ്രകാശിപ്പിച്ചു എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന ചിന്തകളെയോ നമ്മുടെ മനസ്സിൽ പൊട്ടിവിടരുന്ന ആശയങ്ങളെയോ ദൈവവചനവുമായി നമുക്ക് തട്ടിച്ചു നോക്കി അത് ദൈവാത്മാവിൽ നിന്ന് തന്നെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എഴുതുകയോ പറയുകയോ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യാവൂ. ഇനി അഥവാ എങ്ങാനും തെറ്റിപ്പോയാൽ ഉടനെ തെറ്റങ്ങ് സമ്മതിച്ചേക്കണം. വെറുതെ കിടന്ന് ഉരുളരുത്. എനിക്ക് ഓർമ്മയുണ്ട്, 2012 എൻ്റെ ഓർമ്മ. ഒരു സഭയിൽ വർഷാവസാനം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഞാനും കേരളത്തിൽ നിന്ന് ലോകപ്രശസ്തനായ ഒരു സഭാ നേതാവിൻ്റെ അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന ഒരു ഉണർവ് പ്രസംഗകനും ഞങ്ങൾ രണ്ടുപേരും ഒരു സഭയിൽ അതിഥികളായിട്ട് ശുശ്രൂഷിക്കാനായിട്ടുണ്ട്. പകലും രാത്രിയും മീറ്റിംഗ് ഉണ്ട്. ഓരോ യോഗങ്ങൾ ഇടവിട്ട് ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു. ഇന്ന് രാവിലെ ഞാനാണെങ്കിൽ വൈകിട്ട് അദ്ദേഹം, നാളെ രാവിലെ അദ്ദേഹം, നാളെ വൈകിട്ട് ഞാൻ, അങ്ങനെ ഒരു രാത്രി യോഗത്തിൽ വളരെ ആൾക്കാർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു യോഗത്തിൽ ഇദ്ദേഹം ആവേശഭരിതനായി വിളിച്ചു പറഞ്ഞു, യേശുക്രിസ്തുവിന് ആത്മീയ മരണം സംഭവിച്ചിരുന്നു, ക്രിസ്തു ആത്മീയമായി മരിച്ചു. ഉപവാസ പ്രാർത്ഥനയാണ്. ഇങ്ങനെ കത്തി നിന്നിരുന്ന സഭാന്തരീക്ഷം പെട്ടെന്നൊന്ന് നിലച്ചു. കാരണം അതിലെ പിശക് പലർക്കും മനസ്സിലായി. സഭയിൽ ഒന്നിലധികം ശുശ്രൂഷകന്മാരുണ്ട്, അതിഥികളായി ഞങ്ങൾ രണ്ടുപേരുണ്ട്. ജനങ്ങളും ഒരു വിധത്തിൽ കാര്യങ്ങൾ ഗ്രഹിച്ചു. അപ്പോൾ അതുവരെ നിന്ന ആ ഒരു അന്തരീക്ഷം നിലച്ചപ്പോൾ ഇദ്ദേഹം അന്തരീക്ഷം വരുത്താൻ വേണ്ടി വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ വയ്യാത്തൊരു സ്ഥിതി.
ഞാൻ അവിടുത്തെ അതിഥി. ഒടുവിൽ എങ്ങനെയൊക്കെയോ യോഗം തീർന്നു. അന്ന് രാത്രി ഭയങ്കര ചർച്ചയും വിഷയങ്ങളും ഒക്കെ ആയി. ചിലർ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ അവിടുന്ന് കൈ കഴുകി രക്ഷപ്പെട്ടു. ഇവിടെ പ്രാദേശിക പാസ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ പാസ്റ്ററോട് സംസാരിക്കുക. ഒടുവിൽ ഇദ്ദേഹത്തെ അവിടുത്തെ പ്രാദേശിക സഭാ പാസ്റ്റർ തെറ്റുബോധ്യപ്പെടുത്തി. അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ദുരുപദേശം പറഞ്ഞൊന്നുമല്ല, ആവേശത്തിൽ വന്നു പോയതാ. പിറ്റേ ദിവസം അദ്ദേഹം തന്നെ അതിന് തിരുത്തിക്കോളാമെന്ന് പറഞ്ഞു. അദ്ദേഹം തിരുത്താനായിട്ട് പറഞ്ഞത് പിന്നെയും തെറ്റി. അങ്ങനെ ആകപ്പാടൊരു കുഴച്ചിലായി, തെറ്റിപ്പോയി. അതുപോലെ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ കേരളത്തിലെ ചില പ്രശസ്തരായ കൺവെൻഷൻ പ്രസംഗകർ, രണ്ടുപേരുടെ വിഷയം എനിക്കറിയാം, ചില അബദ്ധങ്ങൾ പറഞ്ഞു പരസ്യവേദികളിൽ. ഇതെല്ലാം ഒരുവനെ തിരുത്തി. അപ്പോൾ മനസ്സിൽ ചൂട് പിടിച്ചിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ, രണ്ട് അന്യഭാഷയുടെ അകമ്പടിയോടെ, ഒരു കയ്യടിയുടെ അകമ്പടിയോടെ വിളിച്ചു പറഞ്ഞാൽ ഇതൊന്നും ആത്മാവിന്റെ പ്രവർത്തനമോ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടോ ആകില്ല. അവയും തെറ്റാണ്. കൺവെൻഷൻ വേദികളിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ 3 പേർക്ക് അബദ്ധം പിണഞ്ഞത്. കടുത്ത ദുരുപദേശമായിപ്പോയി. പക്ഷേ അവര് ദുരുപദേശകരല്ലാഞ്ഞതുകൊണ്ട് മറ്റുള്ളവർ അവർക്ക് തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവർ സമ്മതിച്ചു, പരസ്യമായിട്ട് ക്ഷമ പറഞ്ഞു, തടിയൂരി. അപ്പൊ ഈ 2 സംഭവങ്ങൾ, യോഹന്നാൻ ദൂതനെ വണങ്ങിയതും പത്രോസ് യേശുവിനെ ക്രൂശിൽ കയറാതെ വിലക്കിയതും, അവരുടെ ആത്മീയതയുടെ മെർക്കുറി താണു നിന്ന സമയത്താണോ? അല്ല. അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ആത്മീയ നിലവാരത്തിന്റെ അനുഭവത്തിൽ ചൂടുപിടിച്ച് നിന്നപ്പോഴാണ് ഈ അബദ്ധങ്ങൾ പിണഞ്ഞത്. സ്വപ്നങ്ങളിലൂടെയോ ചിന്താഗതികളിലൂടെയോ ഒക്കെ സാത്താൻ ഏത് നിമിഷവും നമ്മെ പരീക്ഷിക്കാം എന്നുള്ളതിന് ഒരു മുന്നറിയിപ്പാണ് ഇവിടെ. സ്തോത്രം. ഒരു മുന്നറിയിപ്പാണ്. നാം ഭൂമിയിൽ ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നാം ആരും വീണുകൂടാത്തവർ അല്ല, തെറ്റിക്കൂടാത്തവർ അല്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. കത്തോലിക്കലെ പോപ്പിന്റെ കൂട്ട് തെറ്റിക്കൂടായ്മയൊന്നും നമുക്കില്ല, ആർക്കായാലും. അതുകൊണ്ടാണ് പൗലോസും ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച ഈ സുവിശേഷത്തിന് വിപരീതമായി, 8-ാമത്തെ വാക്യം, ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇന്ന് നിങ്ങളോട് സത്യസുവിശേഷം അറിയിക്കുന്ന ഞങ്ങൾക്കും നാളെ തെറ്റുപറ്റാം. അങ്ങനെ ഞങ്ങൾ തന്നെ നാളെ വന്ന് തിരുത്തി പറഞ്ഞാൽ ഞങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. ഈ ശപിക്കപ്പെട്ട ഞങ്ങളുടെ കൂടെ നിങ്ങൾ കൂടരുതെന്നാണ് ഗലാത്യ സഭകളോട് പൗലോസ് പറയുന്നത്. അപ്പോൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം? വീഴ്ച, തെറ്റ്, ദുരുപദേശങ്ങൾ ഒക്കെ സംഭവിക്കാം. സ്തോത്രം, സംഭവിക്കാം. ആ കാര്യം നാം തിരിച്ചറിയുക. അതൊരു മുന്നറിയിപ്പായി നമുക്കിവിടെ തന്നിരിക്കുക. ഇവിടെ സമയം കഴിഞ്ഞെന്ന് എനിക്കറിയാം. ഒരു കമ്പിവാചകം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. സ്തോത്രം. മറ്റൊരു കാര്യമാണ്, ഇത്രയും ശ്രേഷ്ഠമേറിയ കാര്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന യോഹന്നാന്റെ
ഈ വീഴ്ച ഇവിടെ രേഖപ്പെടുത്താതെ പോകാമായിരുന്നു. പക്ഷെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? അവിടെ നാം കാണുന്നത് ഇറ്റ് ഷോസ് ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ദ ബൈബിൾ. ബൈബിളിന്റെ വിശ്വാസ്യതയെയാണ് ഇത് കാണിക്കുന്നത്. ബൈബിളിന്റെ വിശ്വാസ്യത. അതുകൊണ്ട് ഈ വിധ കാര്യങ്ങൾ നാം തിരിച്ചറിഞ്ഞ്, സ്തോത്രം, ഈ വിധ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ബൈബിളിന്റെ വിശ്വസ്തതയും വിശ്വാസ്യതയും ഈ ഭാഗങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ് ബൈബിളിലെ ഏറ്റവും വിശ്വസ്തരായ മനുഷ്യരുടെ വീഴ്ചകളെ പോലും മറച്ചു വയ്ക്കാതെ വെളിപ്പെടുത്തിയിരിക്കുന്ന അതിൻ്റെ ക്രെഡിബിലിറ്റി, ബൈബിളിന്റെ ക്രെഡിബിലിറ്റി, ബൈബിളിന്റെ ഫെയ്ത്ത്ഫുൾനെസ്, ട്രൂത്ത്ഫുൾനെസ്, ബൈബിളിന്റെ വിശ്വാസ്യത, സത്യസന്ധത ഇവിടെ വ്യക്തമാക്കുകയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെയും പാപങ്ങളോട് കണ്ണടയ്ക്കുന്ന ഒരു ദൈവമല്ല ബൈബിളിലെ ദൈവം. സ്തോത്രം. God of the Bible is not a God who will just blink his eyes upon our sins, failures. പാപത്തെ ഗൗരവമായി കാണുന്ന, പാപത്തെ പാപമായി തന്നെ കാണുന്ന ഒരു ദൈവം. സ്തോത്രം. നാമും ഭയപ്പെടുക. പൗലോസ് പറയും പോലെ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. കർത്താവേ, ഞങ്ങളെ വീഴാതെ കാക്കണമേ. നമുക്ക് ധൈര്യത്തോടെ യൂദായോടൊപ്പം പറയാം, നമ്മെ എന്ത് ചെയ്യാൻ? സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം. സ്തോത്രം. യൂദായുടെ അവസാനത്തെ 2 വാക്യങ്ങളാണ്. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിപ്പാൻ. അതെ, നമ്മെക്കാൾ ശക്തന്മാർ, ഭക്തന്മാർ പലരും വീണുപോയിട്ടുണ്ട്. നമ്മെ ഇന്നുവരെയും വീഴാതെ നിർത്തിയ ദൈവത്തിന് സ്തോത്രം. അന്ത്യം വരെയും വീഴാതെ വണ്ണം നമ്മെ നിർത്തി തന്റെ മഹിമാസന്നിധിയിൽ കളങ്കം ഇല്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാകയാൽ ആ കർത്താവിന്റെ കരങ്ങളിൽ ബലഹീനരായ നമ്മെ നമ്മുടെ ബലഹീനതകൾ സമ്മതിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ നിലനിർത്തി തന്റെ മഹിമാസന്നിധിയിൽ നമുക്കൊരുമിച്ച് സന്തോഷിപ്പാൻ, ഉല്ലാസത്തോടെ ആയിരിക്കാൻ ഈ വചനങ്ങളും മുഖാന്തരങ്ങളാകട്ടെ എന്ന് പറഞ്ഞും പ്രാർത്ഥിച്ചും കൊണ്ട് അല്പം വൈകിയതിൽ പണം നടത്തിക്കൊണ്ടും വാക്കുകളെ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.